ഗവൺമെന്റ് മാറുമ്പോൾ അതിനനുസരിച്ച് വർത്തമാനം പറയരുത് കേട്ടോ. ഞാൻ പറയാ, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് രാധ മരിച്ചു അല്ലേ, പല ഇഷ്യൂണ്ടായി. ആ സമയത്ത് നിങ്ങൾ മീഡിയക്കാരെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അന്നിങ്ങനെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ പറയാം, അത് ഞങ്ങൾ പറയാ. നിങ്ങൾ ഇപ്പൊ എന്താ നേരെ തിരിച്ചു പറയുന്നത്? എന്താ അന്ന് MLA വന്നോ, ഞാൻ MLA സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കലക്ടർ വരണം, CCP വരണം, കൺസ്പെക്ടർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോൾ അതന്നെയാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട വനമന്ത്രി വരണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വരണം, ജില്ലാ കലക്ടർ വരണം, അവരൊക്കെ വരട്ടെ. നിങ്ങളൊക്കെ അന്ന് പുൽപ്പള്ളി ടൗണിൽ കത്തിച്ചല്ലോ, പുൽപ്പള്ളി ടൗൺ കത്തിച്ചല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പുൽപ്പള്ളി ടൗണിൽ വിഷയം കത്തിച്ചല്ലോ. ഇതൊന്നും ഞങ്ങൾ ജനപ്രതിനിധിക്ക് എന്ത് പറയാൻ പറ്റും? ജനപ്രതിനിധി എന്ത് പറയാൻ പറ്റും? അവസരത്തിനൊത്ത് എന്ത് ജനപ്രതിനിധിയാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി ഇവിടെ എത്താൻ ആവശ്യം ഉന്നയിച്ചിട്ട് എത്തണമെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറയും. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഉന്നയിച്ചപ്പോ വന്നു. അങ്ങനെയാണ് വന്നതെങ്കിൽ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവേണ്ടത്. ഈ മണ്ഡലത്തിന്റെ MLA വരാൻ ജനങ്ങൾ ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു അല്ലേ? ഇതല്ലേ സ്ഥിതി? നേരത്തെ അങ്ങനെയാണോ? ഇവിടെ കേരളോട് സൂചിപ്പിച്ചല്ലോ, നേരത്തെ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ ഇങ്ങനെ തരാതരം പോലെ മാറരുത്. മനുഷ്യജീവൻ പോലും നിങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് പ്രതികരിക്കരുത്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഒരേ നിലപാട് സ്വീകരിക്കണം. അന്ന് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ? അങ്ങനെ അന്ന് കേരളോട്ട് ഇവിടെ എത്തിയപ്പോൾ അത് മതിയായിരുന്നോ? മന്ത്രി വരണം, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ളവർ വരണം, ഇതായിരുന്നില്ല അന്നത്തെ നിലപാട്? ഇന്നെന്താ മാറ്റം? ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം. ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ മന്ത്രിമാർ വയനാട്ടിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എത്തണം. വയനാട്ടിലുണ്ടെങ്കിൽ അതില്ലാത്ത മന്ത്രി ഇന്ന് തന്നെ എത്തണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അടിയന്തരമായി മന്ത്രിമാരും വരണം. ഇതിന് ശേഷം ചർച്ചകൾക്ക് ശേഷമാണെങ്കിലും മന്ത്രിമാർ വരണം. കാരണം ഇത് 2 ആഴ്ചക്കിടയിൽ 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. 2 ആഴ്ചക്കുള്ളിൽ 2 പേർ നഷ്ടപ്പെട്ട അനുഭവം എവിടെയാ? അത് ആ നിലയിലേക്ക് വന്നിരിക്കുന്നു. 6 ജീവനുകൾ പോയിരിക്കുന്നു. പ്രതിഷേധമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. K. റഫീഖ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്.